എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. ഒരു ഡോക്ടർ തന്നെ രണ്ടഭിപ്രായമാണ് പറയുന്നത്. വെയിൽ കൊള്ളണം, വെയിൽ കൊള്ളണ്ട. വെയിൽ കൊള്ളണം എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളവർക്ക്. എന്നാൽ മെലാസ്മ അല്ലെങ്കിൽ കരിമംഗലം, മുഖത്ത് ഈ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന പാടുകൾ മിക്കവാറും ആൾക്കാർക്കൊക്കെ ഉണ്ടാവും. അതിൻ്റെ നിറവ്യത്യാസമൊക്കെയാണ് ഇത് പരിഗണനയ്ക്ക് എടുക്കുന്നതും പേരുമാറുന്നതിൻ്റെയൊക്കെ കാരണം. അപ്പം ഈ ഡോക്ടർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു. പല വ്യക്തികൾക്കും ഈ മുഖത്ത് ഈ ഭാഗത്തായിട്ട് കറുത്ത കളറിൽ മാറാറുണ്ട്. ഇതിനെ മെലാസ്മ അല്ലെങ്കിൽ കരിമംഗലം എന്ന് പറയാറുണ്ട്. ഇതിന് പരിഹാര മാർഗ്ഗം എന്താണെന്ന് പറയാം. കാരണം എൻ്റെ ഒരു സുഹൃത്തിന് ഇടയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഡെർമറ്റോളജിസ്റ്റ് പോയി ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാവുന്ന കരുതി. ആദ്യമായിട്ട് നമ്മൾ സണ്ണാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് നമ്മൾ വെയിലത്ത് പോകുന്ന സമയത്ത് SPF 50 മുകളിലുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കണം. നിർബന്ധമായിട്ട് മുഖത്ത് തേച്ചിരിക്കണം. അല്ലെങ്കിൽ ചില ആളുകൾ ഇത്തരത്തിൽ കളർ മാറാനുള്ള സാധ്യത. രണ്ടാമതായിട്ട് നമ്മുടെ മുഖത്ത് ഉപയോഗിക്കുന്ന ക്രീമുകൾ നമുക്ക് പറ്റുന്ന ക്രീം ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് ചെക്ക് ചെയ്യുന്ന ടെസ്റ്റാണ് പാച്ച് ടെസ്റ്റ്. പാച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ക്രീം എടുത്തതിന് ശേഷം ആദ്യം നെഞ്ചിൽ തേച്ചിട്ട് ഒരു 3 ദിവസം നോക്കുക. 3 ദിവസം അതിനുശേഷം നമ്മൾ ഈ താഴെ ഈ ഭാഗത്ത് തേച്ചതിന് ശേഷം ഒരു 2 ദിവസം വെയിറ്റ് നോക്കുക. വേറെ റിയാക്ഷൻ ഒന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ മാത്രമേ മുഖത്ത് ഉപയോഗിക്കാം. അതുപോലെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള വൈറ്റമിൻ ഡി ശരീരത്തിൽ നോർമൽ ആക്കണമെങ്കിൽ 3 കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ആദ്യമായിട്ട് നമ്മൾ ഇളം വെയിലല്ല കൊള്ളേണ്ടത്, ഉച്ചയ്ക്കുള്ള വെയിൽ. അത് 10 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള വെയിലാണ് കൊള്ളേണ്ടത്. 15 മിനിറ്റ് കൊണ്ടാൽ മതി, കൂടുതൽ നേരം കൊള്ളേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ അൾട്രാവയലറ്റ് റേസ് കാരണം ക്യാൻസർ ഉണ്ടാവും എന്നുള്ള പേടിയൊന്നും വേണ്ട. നമ്മൾ ഇളം വെയിൽ കൊണ്ടാലൊന്നും വൈറ്റമിൻ ഡി ഉണ്ടാവില്ല. UVB എന്നുള്ള റേസ് നമ്മുടെ തൊലിയിൽ അടിക്കുമ്പോഴാണ് ഈ ഒരു വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. ഈ ഒരു വൈറ്റമിൻ മാത്രമാണ് നമ്മുടെ ശരീരം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ആഹാരത്തിൽ മീനടങ്ങിയ ആഹാരം, പ്രത്യേകിച്ചും കറി വെച്ച് മീനുകൾ, അതിനകത്ത് അയില, മത്തി എന്ന പാടുകൾ മിക്കവാറും ആൾക്കാർക്കൊക്കെ ഉണ്ടാവും. അതിൻ്റെ നിറവ്യത്യാസമൊക്കെയാണ് ഇത് പരിഗണനയ്ക്ക് എടുക്കുന്നതും പേരുമാറുന്നതിൻ്റെയൊക്കെ കാരണം. അപ്പം ഈ ഡോക്ടർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ. അദ്ദേഹം പല വിഷയങ്ങൾ ഇത്തരത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. സാധാരണ നമ്മൾ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ പറയുന്നത് തലകുലുക്കി കേട്ട് താങ്ക് യു ഡോക്ടർ, യൂസ്ഫുൾ ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നതാണ് പതിവ്. അങ്ങോട്ടൊന്നും ചോദിക്കുന്ന പതിവ് നമുക്കില്ല, ചോദിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. ഒപ്പം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം. യഥാർത്ഥത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആവുന്നതാണ് ഈ പ്രശ്നങ്ങളിലേക്ക് കാര്യം. വെയിലിന്, പ്രത്യേകിച്ചും മലയാളികളെ എടുത്ത് നോക്കുകയാണെങ്കിൽ, GCCയിൽ താമസിക്കുന്നതാണെങ്കിലും നാട്ടിലാണെങ്കിലും വെയിലിന് കുറവൊന്നുമില്ല. എന്നാൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൂടുതലും. കുട്ടികളും മുതിർന്നവരും ഒക്കെ അതിൻ്റേതായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ കൈമാറുന്നതാണ്. ഈ ഡോക്ടർമാർ തന്നെ പറയുന്നത് കേൾക്കാം, ലിപ്സ്റ്റിക് ഉപയോഗിക്കരുത്, ഫേസ് ക്രീം ഉപയോഗിക്കരുത്, അത് ക്യാൻസറിന് കാരണമാകുന്നു എന്നൊക്കെ. ഈ പറയുന്ന മെലാസ്മ മാറണമെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ഓരോ വ്യക്തികൾക്കും ചെയ്യാവുന്ന ഒരു ഓപ്ഷന് ഹെൽത്തി കീറ്റോ ആൻഡ് വാട്ടർ ഫാസ്റ്റിംഗ്. ഇനി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും ചെയ്യാവുന്ന കാര്യം ഇതാണ്. വൈറ്റമിൻ ഡിക്ക് ഇഷ്ടം പോലെ വെയിൽ കൊള്ളുന്ന നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആവുന്നതിൻ്റെ കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ്. ഈ 2 ആരോഗ്യ പ്രശ്നവും ഉള്ളവർ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് ഇത് മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഈ വിഷയം ഷെയർ ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക്സ്.